CPM-ന്റെ ലേബലിൽ അല്ലെങ്കിൽ CPM താല്പര്യമെടുത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്ന ഒരാൾ വളരെ അൺസെറിമോണിയസ് ആയിട്ട് പുറത്തു പോവുകയാണ്. ആശാ വർക്കേഴ്സിനെ ധാർമ്മിക പിന്തുണ അർപ്പിച്ചുകൊണ്ട് കുറച്ച് സമയം ചെലവഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ CPM-ന്റെ കണ്ണിലെ കരടാവുകയും ഭരണം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് കൂടുവിട്ട് കൂടുമാറൽ. അത് അങ്ങനെ വേണേൽ കാണാം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സംഭവിച്ച ഷിഫ്റ്റ് എന്ന് പറയുന്നത് ശബരിമല വിവാദം ആവിയായി പോകും എന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ശബരിമല ഇപ്പോഴും നിന്ന് കത്തുകയാണ്. ഒറ്റ വിഷയമല്ല, ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലും സർക്കാർ ഒരു നിലപാടെടുത്ത് സുപ്രീം കോടതിയെ അറിയിക്കേണ്ട അവസ്ഥയിലാണ്. ഇത്തവണ കേരളത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി അടക്കം രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് കളത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി. നിലവിൽ UDF-ന് മേൽക്കൈ വന്നിട്ടുണ്ടോ കേരളത്തിൽ? അങ്ങനെ ഒരു പ്രതീതിയാണ് പൊതുവെ ജനിക്കുന്നത്. ഇപ്പോൾ നിലവിൽ UDF-ന് LDF-നേക്കാൾ മേൽക്കൈ. ഇത് പറയുന്നത് സ്ഥിതിവിവരക്കണക്കുകൾ മാത്രമാണ്. ഇതുവരെയുള്ള മറ്റ് തിരഞ്ഞെടുപ്പുകളിലെ, അത് തദ്ദേശ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഉപതിരഞ്ഞെടുപ്പുകൾ, അവിടെ നിന്ന് ലഭിക്കുന്ന ഒബ്ജക്റ്റീവ് ചിത്രം മാത്രമാണ് പരിഗണന. പക്ഷേ അതിനുശേഷം ഇനിയൊരു 100ഓളം ദിവസങ്ങളുണ്ടാകും ഫലപ്രഖ്യാപനത്തിന്. അതിനുള്ളിൽ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. അതുകൊണ്ട് നിലവിൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രചരണ സംവിധാനത്തിന് മൂർച്ച വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മുന്നണിയിലേക്ക് നീക്കുന്നത്. അതുകൊണ്ടാണ് ഭവന സന്ദർശനത്തിൻ്റെ ഒരു സാധ്യതകൾ കോൺഗ്രസ് പരമാവധി പ്രയോജനപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വേളയിൽ ഇപ്പോഴിതാ ഒരിക്കൽ കൂടി വീട് കയറാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ്. പ്രചരണ സമിതി അധ്യക്ഷനായി രമേശ് ചെന്നിത്തലയെ ചുമതലപ്പെടുത്തി. KC വേണുഗോപാൽ ഇതിനെല്ലാം ഡയറക്ഷൻ വഹിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ആളായി ഉണ്ട് കൂടെ. അതേസമയം VD സതീശൻ നയിക്കുന്ന യാത്ര വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന കോൺസെപ്റ്റ് ഫലപ്രദമായി ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ടേക്ക് എന്ന് പറയുന്നത്. ഒരു ഡിവൈഡഡ് ഹൗസാണ് കോൺഗ്രസ് എന്ന് പൊതുവേ പറയാമെങ്കിലും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ഒരു ഐക്യവും ഒത്തിണക്കവും ഇപ്പോൾ കാട്ടുന്നുണ്ട്. എത്ര കാലത്തേക്കെന്ന് പറയാനാവില്ല, കാരണം പാർട്ടി കോൺഗ്രസ് ആണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തൽ, ഉന്നത നേതൃതലത്തിലെങ്കിലും ഒരു വെടിനിർത്തലുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡിൻ്റെ സാന്നിധ്യം. ഇപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അവരൊക്കെ ഉണ്ടാക്കുന്നൊരു ഹൈപ്പുണ്ട്. ഇപ്പം നമ്മൾ വയനാട് തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതല്ലേ, പ്രിയങ്ക ഗാന്ധി വന്നിറങ്ങിയപ്പോൾ ഉണ്ടായ ഓളം. ഒരേ മുഖം വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് ഓളം ഉണ്ടാകുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ രീതി അനുസരിച്ച് നെഹ്റു ഗാന്ധി ഫാമിലിയുടെ ഒരു സാന്നിധ്യം എപ്പോഴും അവർക്കൊരു റീഅഷ്യൂറിങ് ഫീലിംഗ് ആണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകണമെന്നില്ല, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയാണ്. അത് പരമാവധി അവർ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം ഒന്നാകെ അലകും പിടിയും മാറ്റി എടുത്തത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം. ഇവിടെ ഈ പതിവില്ലാത്ത തരത്തിൽ CPM-CPI നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുകയാണ്. VS അച്യുതാനന്ദന്റെ മുൻ PA സുരേഷ്, ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ, CPI അംഗവും നടനുമായ ജയന്ത് ചേർത്തല തുടങ്ങിയവരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് കേരളത്തിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റാണോ കാട്ടുന്നത്? ഇടത് രാഷ്ട്രീയം കൊണ്ടു നടന്നവർ തന്നെ അതാത് പാർട്ടികളെ അവിശ്വസിക്കാൻ തുടങ്ങിയോ? അങ്ങനെ വേണമോ കരുതാൻ? ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രവണതയാണ്. ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്ന് കൃത്യമായി പറയുന്ന പലരും ഇപ്പോഴത്തെ ഇടത് രീതികളോട് വിയോജിപ്പുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷ നയം എന്ന് പറയുന്നതും പിണറായിസം എന്ന് പറയുന്നതും രണ്ടാണ് എന്ന് കരുതുന്ന കുറേ ആളുകളെങ്കിലുമുണ്ട്. അവരൊക്കെ എപ്പോഴും തുടക്കത്തിൽ പറയുന്നത് തങ്ങൾ പാർട്ടിയിൽ തന്നെയാണ്, പാർട്ടി തങ്ങൾക്ക് എല്ലാമാണ്, പാർട്ടിയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയത്, ഞങ്ങൾ ഈ ആദർശത്തോടൊപ്പമാണ്, പാർട്ടി ഉയർത്തുന്ന CPM-ൻ്റെ എന്ന പാർട്ടി ഉയർത്തുന്ന മാർക്സിസം ലെനിനിസം എന്ന ആദർശത്തോടൊപ്പമാണ്. പക്ഷേ വ്യക്തികൾ ചേർന്നതാണല്ലോ പാർട്ടി. പാർട്ടി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ? അധികാരത്തിന് വേണ്ടി ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി രൂപപ്പെട്ടു വന്ന ഒരു ചിന്താസരണി. അവിടെ വ്യക്തികളാണ് പാർട്ടി, ഘടനകളിലെല്ലാം ഉള്ളത് വ്യക്തികളാണ്. ഈ വ്യക്തികൾ പലപ്പോഴും ഈ കോൺഗ്രസ് പൊളിറ്റിക്സിൽ ചെയ്യുന്ന പോലെ എഡ്ജ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയാണ് ശ്രീ VS അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മുൻ PA
സുരേഷിനെ വലിയൊരു മാധ്യമ പട പുറകെ ചെയ്സ് ചെയ്തതുകൊണ്ടാണ്. അപ്പം അദ്ദേഹത്തിന് പിന്നീട് പറയേണ്ടി വന്നു, താൻ UDFൻ്റെ സന്ദേശയാത്രയിൽ VD സതീശൻ്റെ യാത്രയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു. താൻ അടിസ്ഥാനപരമായി ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്, കോൺഗ്രസ്സുകാരനല്ല. പക്ഷെ താൻ വേറിട്ട് ചിന്തിക്കുന്നു. തന്നെപ്പോലെ വേറിട്ട് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പറയുന്നത് സുരേഷാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടി മലമ്പുഴ മണ്ഡലം കോൺഗ്രസ് നൽകും, സ്വതന്ത്രനായി UDF സ്വതന്ത്രൻ. പൊതുവെ അങ്ങനൊരു സബ്ജ ഇല്ല. UDF സ്വതന്ത്രൻ. LDF സ്വതന്ത്രന്മാർ ഒരുപാടുണ്ടാകും. UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അപൂർവം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതിൽ ഒന്ന് മലമ്പുഴ പിടിച്ചെടുക്കണമെങ്കിൽ VS അച്യുതാനന്ദൻ്റെ ഫാക്ടർ വർക്ക് ചെയ്യണം. ഈ അപകടം മണത്തിട്ടാവാം VS അച്യുതാനന്ദൻ്റെ മകനെ തന്നെ, VS അരുൺകുമാറിനെ തന്നെ ആ മത്സരരംഗത്തിറക്കി CPMൻ്റെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനായി പാർട്ടി ആലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു സൂചന. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സുരേഷ് മത്സരിക്കില്ല എന്ന നിലപാടിലേക്കും വരുന്നു. ഇതാണ് ഒരു കാര്യം. ഇതൊരു മാറുന്ന മുഖമല്ലേ. എത്ര പേരാണ് മുൻകാലങ്ങളിൽ ഈ അടുത്ത സമീപ ഭൂതകാലത്ത് മാറിപ്പോയത്? ഇപ്പോൾ നോക്കൂ, ചാനൽ ചർച്ചയിലൊക്കെ ഞങ്ങളോടൊക്കെ ഒപ്പം പങ്കെടുത്തിട്ടുള്ള 2 പേര് CPMൻ്റെ ഉറച്ച പിന്തുണക്കാരായിരുന്നു, സഹയാത്രികരായിരുന്നു. അതിലൊന്ന് BN ഹസ്കർ, മറ്റൊന്ന് റെജി ലൂക്കോസ്. അപ്പോൾ ഈ 2 പേരും സമീപകാലത്ത് CPMൽ നിന്നും അകന്നുപോയി. അവരൊരു പക്ഷേ ചർച്ചകളൊക്കെ എടുത്ത നിലപാട് ചില അലോസരങ്ങൾ CPMൽ ഉണ്ടാക്കി എന്ന വിമർശനം ഉണ്ടായതുകൊണ്ട് ആയിരിക്കാം. അപ്പം എഡ്ജിങ് ഔട്ട് ഒരുപാട് നടക്കുന്നു. അവരൊക്കെ അവസാനം ചെന്ന് ചേരുന്നത് UDF പാളയത്തിൽ തന്നെയല്ലേ. അപ്പോൾ ഇതൊരു പ്രവണതയാണ്. ആ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ പ്രേംകുമാർ അവിടുന്ന് മാറേണ്ടി വരുന്നത്. ഇപ്പോൾ പ്രേംകുമാറിന് വലിയ സ്വാധീനമുണ്ടെന്ന് പറയാനാവില്ലെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമുദായം തീർച്ചയായും തെക്കൻ തിരുവിതാംകൂർ മേഖലയിൽ, തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള വിഭാഗമാണ്. ആ വിഭാഗത്തിനെ കൂടെ നിർത്താൻ, നാടാർ വിഭാഗമാണ്, ആ വിഭാഗത്തെ കൂടെ നിർത്താൻ പര്യാപ്തമായ ഒരു ഫോർമുല കണ്ടെത്താനുള്ള തിരക്കിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ പ്രേംകുമാർ സ്ഥാനാർത്ഥിയായി വന്നേക്കാം, അറിയില്ല. പ്രേംകുമാർ സ്ഥാനാർത്ഥിയായി വരികയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അതൊരു ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം വലിയ താരമായതുകൊണ്ടല്ല, പക്ഷേ CPMൻ്റെ ലേബലിൽ അല്ലെങ്കിൽ CPM താല്പര്യമെടുത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടുവന്ന ഒരാൾ വളരെ അൺസെറിമോണിയസ് ആയിട്ട് പുറത്തു പോവുകയാണ്. ആശാ വർക്കേഴ്സിനെ ധാർമ്മിക പിന്തുണ അർപ്പിച്ചുകൊണ്ട് കുറച്ച് സമയം ചെലവഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ CPMൻ്റെ കണ്ണിലെ കരടാവുകയും CPMൻ്റെ കണ്ണിലെ കരടാകുന്നവരെല്ലാം തന്നെ ഒന്നൊന്നായി മാറിപ്പോവുകയാണ്. സമാനമായ രീതിയിലാണ് CPIയിൽ നിന്നും വിട്ടുനിന്ന മറ്റൊരാളും മാറിപ്പോകുന്നതായി കാണുന്നു. അപ്പം ഇങ്ങനെ ഈ അടുത്ത സമയത്ത് ഇതെപ്പോഴും ഒരു സൂചന, ഇതൊരു വലിയ സൂചനയാണ്. ഭരണം നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് കൂടുമാറൽ. അത് അങ്ങനെ വേണേൽ കാണാം. കാരണം ഇതൊരു വിഷയാധിഷ്ഠിതമായി മാത്രമല്ല, ഒരു പ്രവണത, ട്രെൻഡ് മാറുമ്പോൾ ഏർലി ബേർഡ് അല്ലേ, തീർച്ചയായും മാറിപ്പോകുന്നു. അങ്ങനെയൊരു ചിന്തയും ഇക്കൂട്ടത്തിലുണ്ട്. കാരണം ഇടതുപക്ഷത്തിന് ഒരു ഭാവിയില്ല. തങ്ങൾ ഇടത് ലേബൽ തുടരുകയും അതേസമയം കോൺഗ്രസിനോടൊപ്പം ഇപ്പോൾ KK രമ കോൺഗ്രസിനോടൊപ്പം യാത്രിക ചേർന്നില്ല, RMP രൂപീകരിച്ച് കോൺഗ്രസിനോടൊപ്പം UDFൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വടകരയിൽ മത്സരിച്ച് ജയിച്ചില്ലേ. അപ്പം മുൻകാല തീവ്ര റാഡിക്കൽ ഇടത് ചിന്തകരുടെ അല്ലെങ്കിൽ ഇടത് പിന്തുണക്കാരുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ പോക്കിനോട്, പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിൻ്റെ പോക്കിനോട് വിയോജിപ്പുള്ളവരുണ്ട്. അതൊക്കെ മുതലാക്കാൻ വേണ്ടി UDF ശ്രമിക്കുന്നു, സ്വാഭാവികം മാത്രം. ഈ തുടർഭരണ മോഹവും പിണറായി 3.0 വരുമെന്ന വിശ്വാസവും ഇടത് നേതാക്കൾക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ 2 മാസം മുമ്പത്തെ പോലെ അത്ര ആത്മവിശ്വാസമില്ല എന്ന് നേതാക്കളുടെ പല പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചത് എങ്ങനെയാകും? കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സംഭവിച്ച ഷിഫ്റ്റ് എന്ന് പറയുന്നത് ശബരിമല വിവാദം ആവിയായി പോകും എന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ശബരിമല ഇപ്പോഴും നിന്ന് കത്തുകയാണ്. ഒറ്റ വിഷയമല്ല, ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ പോലും സർക്കാർ ഒരു നിലപാടെടുത്ത് സുപ്രീം കോടതിയെ അറിയിക്കേണ്ട അവസ്ഥയിലാണ്. മുൻപ് എടുത്ത നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് എടുക്കണം എന്ന് അന്ത്യശാസനം NSSും SNDPയും എല്ലാം സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മുൻപ് പറഞ്ഞത് അതുപോലെ വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യാനാവില്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നിയമമന്ത്രി P. രാജീവ് ഇപ്പോൾ ഒന്നും തെളിച്ചു പറയാനാവാത്ത
ഈ പുനരാലോചന ഹർജിയിൽ ആ ഒരു സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊടുക്കേണ്ട പുതിയ സത്യവാങ്മൂലത്തിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുന്ന മന്ത്രിയെയും മറ്റും കാണുന്നത് അതുകൊണ്ടാണ്. ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇല്ലാതെ പോകുന്നു. അത് സ്ത്രീ പ്രവേശന വിഷയം 2019 CPM വല്ലാതെ ഗ്രസിച്ച ഒരു വലിയ ബാധയായിരുന്നു സ്ത്രീ പ്രവേശന വിഷയത്തിൽ CPM തന്നെ എടുത്ത നിലപാട്. അത് പുരോഗമനാത്മകം എന്ന് പറഞ്ഞ് പലരും അന്ന് വാഴ്ത്തിയെങ്കിലും അതിന് ജനപിന്തുണ ഇല്ല എന്നും ഇലക്ടറലി വലിയ സെറ്റ്ബാക്ക് ആണെന്നും അന്ന് കണ്ടെത്തി. അതേ നിലപാടിൽ ഇനിയിപ്പോൾ ഉറച്ചു നിൽക്കാനാവില്ല. പക്ഷേ നിലപാട് പൂർണ്ണമായി ഒരു മലക്കം മറിച്ചിൽ എത്രത്തോളം സാധ്യമാകും? പാർട്ടിയുടെ ഒരു സൈദ്ധാന്തിക അടിത്തറയുണ്ടല്ലോ, അതിനെന്ത് സംഭവിക്കും? പുരോഗമന ചിന്ത വിതിൻ കൊട്ടേഷൻ, പുരോഗമന ചിന്ത വാദികൾ എന്തു പറയും? ഇതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. അതാണ് ഒരു വലിയ പ്രതിസന്ധി. അത് രണ്ട്, ഇപ്പോൾ ഉരുത്തിരിഞ്ഞെന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധിയാണ്. പുതിയതായി ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. രണ്ട്, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൂടുതൽ CPM പങ്ക് വെളിയിൽ വരികയാണ്. CPM സമാധാനിക്കാനുള്ള ഏക കാര്യം കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് പോറ്റിയോടൊപ്പമുള്ള ചിത്രങ്ങളുടെ രൂപത്തിലെങ്കിലും പുറത്തു വരുന്നു. കാരണം പണം കട്ടതിലോ സ്വർണം കട്ടതിലോ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കാനാവില്ല എങ്കിൽ പോലും അടൂർ പ്രകാശിൻ്റെയും ആൻ്റണിയുടെയും ഒക്കെ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണനോടൊപ്പം ചേർത്ത് കാണുമ്പോൾ ഒരു ബാലൻസിങ് സംഭവിക്കും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇടതുപക്ഷത്തിനെതിരെ തന്നെ സൂചി തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ശബരിമലയിൽ കാണുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് തൊട്ട് മുൻപ് ഒരു തുടർ ഭരണ പ്രതീക്ഷയൊക്കെ പിണറായി 3.0 സാധ്യമാവും, വലിയ ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചതല്ലേ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ദ റൈറ്റിംഗ് ഓൺ ദി വാൾ ബിക്കെയിം വെരി ക്ലിയർ. കാലത്തിന് ചുവരെടുത്ത് ഏതാണ്ട് വ്യക്തമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധിയിലുണ്ട്. 7 ജില്ലാ പഞ്ചായത്ത് UDFനും 7 ജില്ലാ പഞ്ചായത്ത് LDFനും എന്ന് മൊത്തത്തിലങ്ങ് പറഞ്ഞു പോകാം. പക്ഷേ യഥാർത്ഥത്തിൽ UDF പിടിച്ച വോട്ടുകളുടെ ശതമാനക്കണക്ക് നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ് UDFനെ കൈവരിക്കാനായത്. എപ്പോഴും മുൻകാലങ്ങളിൽ നമുക്കറിയാമല്ലോ, ഗ്രാസ് റൂട്ട് ലെവലിൽ അടിസ്ഥാനപരമായി വർക്കേഴ്സുള്ള CPMനാണ്. അപ്പോൾ CPMനാണ് ആ പിന്തുണയെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്നത്. അതിപ്രാവശ്യം അങ്ങനെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ LDFന് ഏറെ പ്രതിരോധിക്കാനുണ്ട് എന്നൊരു ബോധമാണ്. അതുകൊണ്ട് ഈ പുതിയതായി വരുന്ന ഒരു വാർത്തയും LDFന് വലിയ സുഖം പകരുന്ന വാർത്തകളല്ലാത്തത് കൊണ്ട് പിണറായി 3.0 സംഭവിക്കാനിടയില്ല എന്ന് അണികൾ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ അവർക്കങ്ങനെ പറയാനാവില്ല. അണികൾ എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അണികൾ എപ്പോഴും കൂടെയുള്ള പാർട്ടി തന്നെയാണ് CPM. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും നല്ല കാലത്ത് പോലും അണികളുടെ പിന്തുണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും മോശകാലത്തെ അണികളുടെ പിന്തുണ CPMന് ലഭിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും സംഘടനാപരമായി ബഹുഘാതം കോൺഗ്രസിനേക്കാൾ മുമ്പിലാണ് CPM. പക്ഷേ സംഘടനാ ബലത്തിൽ മാത്രം ഒരു തിരഞ്ഞെടുപ്പ് വിജയിച്ചു വരാനാവില്ല. അതൊരു മാസ് ഫോളോയിങ്ങും കൂടെ വേണം. അതിന് പ്രതിച്ഛായ ഉണ്ടാകണം. പ്രതിച്ഛായ എക്കാലത്തെ താഴത്തെ നിലയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നതുകൊണ്ട് പിണറായി 3.0 സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിച്ച് പ്രചാരണത്തിൽ മുന്നേറിയ കോൺഗ്രസ് ഇക്കുറിയും അത് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് ജയത്തിന് കാരണമാകുമോ? പലപ്പോഴും UDFൻ്റെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് അലസതയാണ്. അലസത, ഏറ്റവും അവസാന നിമിഷത്തേക്ക് തീരുമാനങ്ങൾ മാറ്റിവെക്കും. അവസാനം സംഭവം കുളമായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയെടുക്കും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് തന്നെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്ന എത്രയോ സമയങ്ങളുണ്ട് കോൺഗ്രസിന്. അപ്പോഴും അതിൽ ചില സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും മന്ത്രിസഭയിൽ വരെ പങ്കാളിയാവുകയും ചെയ്ത ചരിത്രവും മറക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന് ഒരു ആഴക്കുഴമ്പൻ നയമുണ്ട്. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ 2-3 വർഷമായി കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ചെറിയ മാറ്റം കാണുന്നു. സംഘടനയുടെ രീതികളിൽ മാറ്റം കാണുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ ധൈര്യമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടു. അതിനെല്ലാം തന്നെ മെച്ചപ്പെട്ട റിസൾട്ടും ഉണ്ടായി എന്നത് നല്ലൊരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇതേ മാതൃക തന്നെ പിന്തുടർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായി കല്ലുകടി ഉണ്ടാകാതെ ഇത്ര ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സിനെയല്ല തിരഞ്ഞെടുക്കേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി സീറ്റ് കിട്ടാത്തവർ റിബലുകളായി മത്സരിക്കും. റിബൽ ശല്യം എക്കാലത്തും ഉണ്ടായത്, ഇപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അതിജീവിക്കാൻ UDF സംവിധാനത്തിന് കഴിഞ്ഞു. കോൺഗ്രസും CPMും കേരള കോൺഗ്രസ് ജോസഫും ഒക്കെ അവരവരുടേതായ രീതിയിൽ മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി. അതിന് ചടുലമായ വളരെ മുൻകൂട്ടിയുള്ള സീറ്റ് ധാരണകളും ആദ്യം ഘടകകക്ഷികളുമായി സീറ്റ് പങ്കുവയ്ക്കൽ നടക്കണം, സീറ്റ് ധാരണ എത്തണം, എന്നിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകണം. അതിനെല്ലാം തന്നെ വളരെ മുൻകൂട്ടി തന്നെയുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു. അതിൻ്റെ വിജയവും കണ്ടു. എങ്കിൽ
ഒരിക്കൽ കൂടി അങ്ങനെ ആയിക്കൂടെ? ഇതാണ് കോൺഗ്രസിൻ്റെ ചിന്ത. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയായിട്ട് വരികയാണ്. കോൺഗ്രസ് നിലവിൽ 22 MLA-മാരാണ് ഉള്ളത്. അതിൽ ഒരാൾ മത്സരിക്കാൻ, കെ ബാബു മത്സരിക്കാനില്ല, തൃപ്പൂണിത്തുറ MLA മത്സരിക്കാനില്ല എന്ന് പറയുന്നു. അനാരോഗ്യമാണ് വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ ആവില്ല, കാരണം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനാവില്ല, കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായി കഴിഞ്ഞു, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു. ബാക്കിയുള്ള 20 പേർക്ക്, 19-20 പേർക്ക് മത്സരിക്കാമല്ലോ. ആ ഒരു ലിസ്റ്റ് ഉടനെ തന്നെ പുറത്തു വരും. സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കുന്നു, ആ ലിസ്റ്റ് വരും. അതോടൊപ്പം തന്നെ സംവരണ മണ്ഡലങ്ങളുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് സംവരണ മണ്ഡലങ്ങൾ, പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികൾ മുൻകൂട്ടി തന്നെ വലിയ തർക്കങ്ങളില്ലാതെ പരിഹരിച്ച് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ വനിതാ മുഖങ്ങൾ, വനിതാ സൗഹൃദമായ നിലപാടാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രത്യേക താല്പര്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് കുറേ വനിതാ സാന്നിധ്യം, വിജയ സാധ്യതയുള്ള സ്ത്രീകളെ, വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു 40ഓളം പേര്, 140 അംഗ നിയമസഭയുടെ 40ഓളം പേരുടെ ലിസ്റ്റ് 2 ആഴ്ചക്കുള്ളിലെങ്കിലും പുറത്തുവിടാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് പാർട്ടി മത്സരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം 93 സീറ്റുകളാണ്. ഇപ്പോൾ 93 സീറ്റിൽ അത്രയും തന്നെ സീറ്റോ ഏതാനും കേരള കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള 2-3 സീറ്റുകളും ചേർത്ത് 95 സീറ്റിനോട് അടുപ്പിച്ചൊരു സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പിന്നെ ഏതാനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അങ്ങനെ ഒരു ഇപ്രാവശ്യം ചില പ്രത്യേക സാഹചര്യത്തിൽ ഏതാനും UDF സ്വതന്ത്രന്മാരെ അത് കോൺഗ്രസിൻ്റെ കിറ്റിയിൽ നിന്ന് കൊടുക്കേണ്ടി വരുമോ, അങ്ങനെ ഒരു ചിന്തയുമുണ്ട്. അത് സാധാരണ പതിവുള്ളൊരു കാര്യമല്ല, അങ്ങനെയും ചിന്തിക്കുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു രീതിയിലേക്ക് എടുത്തു ചാടുകയും വളരെ മുൻപിൽ തന്നെ എത്തുകയും ചെയ്യുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനമെന്നാണ് തോന്നുന്നത്.